കെജ്രിവാളിനെ വെറുതെ വിട്ട നടപടി ശരിയല്ല എന്നുള്ള നിരീക്ഷണവുമായിട്ട് ഹൈക്കോടതി വന്നിട്ടുണ്ട്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരൻ തന്നെയാണ്. കെജ്രിവാൾ അഴിമതി ചെയ്തു എന്ന് അധികം വൈകാതെ തെളിയിക്കപ്പെടും അല്ലേ? നമുക്ക് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം അരവിന്ദ് വാളിൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയാണ്. അതെ, അഴിമതി വിരുദ്ധത അല്ലേ? അപ്പം അതിൻ്റെ പേരിലാണ് ഇപ്പം ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ച ഒരു രീതിയിലേക്ക് ഉയർന്നു വന്ന നേതാവാണ് കെജ്രിവാൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റിയാണ് ഈ കേസിലൂടെ നഷ്ടപ്പെട്ടു പോയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രമേ കെജ്രിവാളിന് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുള്ളൂ. അതാണ് ചോദ്യം ചെയ്യപ്പെട്ട് അദ്ദേഹത്തിനെ 22 അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ശിശോദിയ എല്ലാം കൂടെ അദ്ദേഹം 17 മാസം ജയിലിൽ കിടന്നു. അതിനുശേഷമാണ് ജാമ്യം കിട്ടുന്നത്. കേജ്രിവാളിൻ്റെ നമുക്കറിയാം, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടൊക്കെയാണ് പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതിനെയാണ് വളരെ നിശ്ചിതമായ രീതിയിൽ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത, അതല്ലെങ്കിൽ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു കേസാണ്, ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞിട്ടാണ് റോസ് അവന്യൂ കോർട്ട് ഈ ഫെബ്രുവരി 27 വിധി പ്രഖ്യാപിക്കുകയും മാത്രവുമല്ല ഇത് ഒരു ഭാവനയിൽ ഇത് മനഃപൂർവ്വം ഒരു കെട്ടിയുണ്ടാക്കിയ ഒരു കേസാണെന്ന്, ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഉണ്ടാക്കിയ കേസാണെന്നും ഇദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റൽ നടപടി വേണമെന്നുള്ള ശുപാർശ വെച്ചിട്ടാണ് ഈ വിചാരണ കോടതിയിൽ ഉത്തരവ് വന്നിരിക്കുന്നത്. അത്രയ്ക്ക് നിശ്ചിതമായിട്ടുള്ള സംഗതിയാണ്. CBI ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതായത് ഈ സമീപകാലത്തും ഇങ്ങനൊരു വിധി നമ്മളൊരു വിചാരണ കോടതി കണ്ടിട്ടില്ല. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസിയെ CBIയെ നശിപ്പിച്ചുകൊണ്ട്, മാത്രമല്ല ആ ഉദ്യോഗസ്ഥനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞിട്ട്, നീ എന്ത് ഇടിച്ച് തറയെ വീണ് കഴിഞ്ഞാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ ജഡ്ജി അത് പറഞ്ഞത്. പക്ഷേ അത് ഇപ്പം ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, പ്രഥമ ദൃഷ്ട്യാ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്നും പറഞ്ഞിട്ട് ഒരു കാരണവശാലും ന്യായീകരിക്കപ്പെടാവുന്ന രീതി ആ ഒബ്സർവേഷൻസ് എല്ലാം സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഇപ്പം ഈ CBI അപ്പീൽ പോയപ്പോഴത്തേക്ക് ചെയ്ത സംഗതിയാണ്. ഇത് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ അവസ്ഥ ആലോചിച്ചു, കേജ്രിവാളിനെ വിശ്വസിക്കണം. നമുക്ക് നിലവിലുള്ള അവസ്ഥയിൽ നമ്മുടെ സംവിധാനം അനുസരിച്ച് നമുക്ക് കോടതിയെ മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ട്രയൽ കോടതിയുടെ ഈ വിധിക്ക് ശേഷം വന്ന് ഇതെല്ലാം രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് പ്രതിഫലനം ഉണ്ടാക്കുന്ന സംഗതികളാണ്. പെട്ടെന്ന് കേജ്രിവാൾ വന്നിട്ട് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞത് നമ്മളെ ലോകം മുഴുവൻ കണ്ടതാണ് അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യ മാത്രമെന്നല്ല പറയേണ്ടത്, ലോകം മുഴുവൻ കണ്ട കാഴ്ചയാണ്. പെട്ടെന്ന് തന്നെ കെജ്രിവാൾ ഒരു പഴയ ഒരു ഇമേജിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ഒരു മത്സരത്തിന് BJP ഡൽഹിയിൽ തയ്യാറാകുമെന്ന് വെച്ചിട്ട് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസ്യത തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ രാഷ്ട്രീയമായിട്ട് വിളിക്കുന്ന നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല. മറ്റു രാഷ്ട്രീയക്കാർക്ക് പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റും, പക്ഷേ കെജ്രിവാളിന് തീരെ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും ഇതാ പോയിരിക്കുന്നു. ഇനിയിപ്പോൾ കെജ്രിവാളിന് ഇതുപോലെ പറയാൻ പറ്റുമോ? ഞാൻ BJP വെല്ലുവിളിക്കുകയാണ്, ഡൽഹിയിൽ ഒരു തവണയാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം വീണ്ടും നമ്മൾ ആശയക്കുഴപ്പത്തിലാവുന്നു. ഹൈക്കോടതി ഇപ്പം ട്രയൽ കോടതി വളരെ നിശ്ചിതമായിട്ട് ഉദ്യോഗസ്ഥനത്തെ നടപടിയെടുക്കണം എന്നും പറഞ്ഞിട്ടാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അവർ കുറ്റവിമുക്തരാക്കുകയും ചെയ്തത്. നമുക്കൊക്കെ വളരെ ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര വിഷമം തോന്നിപ്പോയി. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത വ്യക്തികളെ, ആ ശിശോദിയെ 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. അതുപോലെ കെജ്രിവാൾ, അതുപോലെ മറ്റ് 22 കവിത, തെലങ്കാനയിലെ കവിത, ഇവരെല്ലാം ജയിലിൽ കിടന്നു. അപ്പോൾ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കേസാണ്, ഒരു CBI ഫാബ്രിക്കേറ്റ് ചെയ്ത കേസാണെന്ന് ഇങ്ങനെ അവരെ പിടിച്ചിട്ടതിൻ്റെ ഒരു അനീതിയും അവരോട് കാണിച്ചൊരു ക്രൂരതയൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർക്കൊക്കെ വിഷമമുണ്ടാക്കിയൊരു സംഗതിയായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ CBI എടുത്ത് വിമർശിച്ച് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? കാര്യം അത് വിധി അങ്ങനെയായിരുന്നു. അതൊരു സാധാരണ ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു BJP-കാരനാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള അയാളുടെ ഒരു മനുഷ്യത്വം അയാളുടെ പിന്നിൽ നിന്ന് കുത്തും അല്ലേ? അത് ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇത്രയും ആൾക്കാരെ, ഇത്രയും മറ്റേ കെജ്രിവാളിനെയും, അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ട്, ഡയബറ്റീസും ചുമയും ഒക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള മനുഷ്യനാണ്. അതേപോലെ ശിശോദിയെ പിടിച്ച് 1.5 വർഷം ഇട്ടിരുന്നത് എന്ത് ക്രൂരതയാണെന്നൊക്കെ ചിന്തിച്ചു പോകുന്നതാണ്. പക്ഷെ ആ വിധിയെ പ്രഥമ ദൃഷ്ട്യാ അത് തെറ്റാണ്, അത് പ്രിമ ഫേസി എറേനിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതും അടിസ്ഥാനപരമായിട്ട് ഫൗണ്ടേഷനലി ഇറേനിയസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് സാധ്യതയുണ്ട് സാർ. എൻ്റെ ഒരു സംശയമാണ്, CBI ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ കോടതിക്ക് അറിയാം ഈ റിമാൻഡ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ട്രയൽ കോർട്ടിൻ്റെ വിധിയിൽ മാത്രം ഈ കുറ്റക്കാരല്ല എന്ന് വരികയും ആ വിധിക്ക് മുമ്പുള്ള വിചാരണ വേളയിലും ഈ റിമാൻഡ് സമയത്തും മൊത്തം കഠിനമായ കുറ്റകൃത്യം ചെയ്തവരായിട്ട് കണക്കാക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അജഗജാന്തര വൈരുദ്ധ്യം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഇപ്പം പിന്നെ CBI ഇപ്പം ഹൈക്കോടതിയിൽ ഇത് സ്റ്റേ ചെയ്യണം എന്ന് അല്ലെങ്കിൽ അപ്പീലിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഡിജിറ്റൽ എവിഡൻസും അതേപോലെ തന്നെ വിറ്റ്നസ് എവിഡൻസുകളും ധാരാളം വ്യക്തമായ രീതിയിൽ ഹാജരാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അതും ഹൈക്കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. കാര്യം ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫാബ്രിക്കേറ്റഡ് ആവാൻ പറ്റത്തില്ലല്ലോ. അത് ഫാബ്രിക്കേറ്റഡ് ആവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സംഭവമാണത്. രണ്ടാലും ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ അത് എവിഡൻസ് ആയിട്ട് തന്നെ കോടതികൾ പരിഗണിക്കുന്നൊരു സംഗതിയാണ്. ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, ഞങ്ങളത് സാധൂകരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും കേജ്രിവാളിന് ആ ട്രയൽ കോർട്ടിലൂടെ കിട്ടിയ ആ ഒരു തിരിച്ചു കിട്ടിയ ഇമേജ്, ആ വിശ്വാസ്യത വീണ്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ഇവിടെ ബി ജെ പിയേക്കാൾ കൂടുതൽ കേജ്രിവാളിനെ പിടിച്ചകത്തിടണം എന്ന് ആവശ്യപ്പെട്ടത് ഈ കേസ് കുത്തിപ്പോക്കിക്കൊണ്ട് കോൺഗ്രസ് ആണ് അല്ലേ? അപ്പം നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു രസം ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരു വലിയ ഒരു കക്ഷിയായിരുന്നു ഈ AAP എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യം സംഭവിക്കാതെ പോകുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ ഈ ഒരു കോടതി വിധിയിലൂടെ ഒരു ട്രയൽ കോർട്ടിൻ്റെ വിധിയിലൂടെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വലിയൊരു നരകത്തിൽ നിന്ന് മോചനം കിട്ടിയ ഒരവസ്ഥയിലേക്ക് വന്നിട്ട് തിരിച്ചു പിടിച്ച ആ ഒരു വിശ്വാസ്യതയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും കേജ്രിവാൾ ആ പഴയ സംശയത്തിന് നിലയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ അവിടെയാണ് പറഞ്ഞത്, നമുക്ക് ഇതിനകത്ത് വേറെ ഓപ്ഷനില്ല. നമുക്കിപ്പോൾ നിലവിലിപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് അതിനകത്തുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കുക, ആ സംവിധാനങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ എങ്കിലും ആ സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ആ സംവിധാനങ്ങളെ ആശ്രയിക്കുകയല്ലാതെ വേറെ നിവൃത്തി നമുക്കില്ല. അതോടൊപ്പം തന്നെ കോടതികളെയും. അപ്പോൾ ഇത് കോടതികളുടെ വിശ്വാസ്യതയ്ക്കെതിരെ ഉയരുന്ന ഒരു ചോദ്യം കൂടെയാണ്. കാര്യം ഇത്ര വളരെ വ്യക്തമായിട്ട് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് അതല്ലെങ്കിൽ ബോധപൂർവം കെട്ടിച്ചമച്ച കേസാണെന്ന് ട്രയൽ കോർട്ട് ജഡ്ജി കാണുകയും ആ കെട്ടിച്ചമച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം, ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തൊരു കേസിൽ എന്തുകൊണ്ട് ഹൈക്കോടതി ഇത് പ്രഥമ ദൃഷ്ടിയ അടിസ്ഥാനപരമായിട്ട് തെറ്റാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇത് രണ്ടും ജുഡീഷ്യറിക്കകത്തുള്ള സംവിധാനമാണ്. എന്തുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ ഓഫീസർ ഇതിനെ ഒരു വലിയ ഈ കേസിനെ തന്നെ വലിയൊരു സ്കാമായിട്ടാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് അല്ലേ? ഇത് വലിയൊരു ആസൂത്രിതമായ ഒരു പ്രക്രിയ, ഒരു സംഭവമായിട്ടാണ്, ഒരു പൊളിറ്റിക്കൽ സംഭവമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജഡ്ജി ഇതിനെ കണ്ടിരിക്കുന്നത്. അതായത് ലോകം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ വീഴട്ടെ എന്നുള്ള ലൈനിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ജുഡീഷ്യൽ ഓഫീസർ അങ്ങനെ കണ്ടൊരു കേസ് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഹൈക്കോടതിയിലെ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിലെ ഉന്നത അപ്പീൽ കോർട്ടായ ഹൈക്കോടതി ചെന്ന സമയത്ത് ഹൈക്കോടതി പറയുന്നു ഇത് പ്രിമാ ഫേസി ഫൗണ്ടേഷനലി ഇറേനിയസ്, അതായത് പ്രഥമ ദൃഷ്ടിയ അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്, ഒബ്സർവേഷൻസ് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും ഹൈക്കോടതി പറയുകയാണ്. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി അതും സ്റ്റേ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ജുഡീഷ്യറിക്കകത്തുള്ള വിശ്വാസ്യത പോലും സാധാരണ ജനങ്ങളിൽ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കറപ്ഷൻ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അല്ല, ഇതിനകത്ത് അതാണ് നമുക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പം ട്രയൽ കോർട്ടിൻ്റെ വിധി വന്നപ്പോൾ ഉണ്ടായ ആ ഒരു മോചിതാവസ്ഥ ഇപ്പം കേജ്രിവാളിനുണ്ടോ? ഇല്ല, അത് പോയി. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ ജുഡീഷ്യൽ സംവിധാനത്തെക്കുറിച്ച് പോലും നമുക്ക് സംശയങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം, കാരണം ഈ വിധിയുടെ സ്വഭാവം കൊണ്ടാണ്, ഈ റവന്യൂ കോർട്ടിൻ്റെ ആ വിധിയുടെ സ്വഭാവം വെച്ചിട്ടാണ്. കാരണം ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു വിധി വന്നിട്ടില്ല. കാര്യം ഭയങ്കര പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ടായിരുന്നത്, സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലായിരുന്നത്. അതിനൊരു വിധിയുടെ ഇമ്പാക്റ്റ് പൊളിറ്റിക്കലായിരുന്നു. അതെ, വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി അല്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് നമുക്ക് ആത്യന്തികമായിട്ട് കോടതിയെ മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കോടതിയിലുള്ള വിശ്വാസ്യത കൊണ്ടാണ് ഈ ട്രയൽ കോർട്ടിൻ്റെ വിധി വന്നപ്പോൾ കെജ്രിവാളിൻ്റെ അവസ്ഥയിൽ നമുക്കൊരു സഹതാപം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ മോശമായി പോയെന്നുള്ള തോന്നലുണ്ടാകുന്നതും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു കിട്ടിയത്. അതേ കോടതിയിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഇത് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും സംശയത്തിലാവുന്നത്. രണ്ടായാലും കോടതിയെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ വരട്ടെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി സുപ്രീം കോടതിയുണ്ട്. അവിടെയും കൂടെ പോകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് നിരന്തരമായി എത്തിക്കുന്ന ഇന്ത്യ ലൈവാണ്. ആ ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.